നോക്കൂ, ഈ ആലപ്പുഴയിൽ എം ആരിഫിൻ്റെ തോൽവി CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. CPM അതിൻ്റെ തോൽവിക്ക് ഘടകങ്ങളായി പല കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലേറ്റവും സുപ്രധാനമായൊരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് CPMന് കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങളുടെ, അതായത് ഈഴവ വിഭാഗത്തിൻ്റെ വോട്ട്, ആ വോട്ട് വലിയ രീതിയിൽ ചോർന്നു പോയി എന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ മാധ്യമങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം, അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആലപ്പുഴയിൽ CPMന് സംഭവിച്ച വലിയ തിരിച്ചടിയാണ്. അവിടെ BJPക്ക് താങ്കൾക്ക് അറിയുന്നത് പോലെ, പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ 11% വോട്ട് വർധനയാണ് ഉണ്ടായത്. ആരിഫെ, ഞാൻ വളരെ ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ്, ഈ ആരിഫിൻ്റെ തോൽവിയുടെ യഥാർത്ഥ ഉത്തരവാദി വെള്ളാപ്പള്ളി നടേശനാണോ? അങ്ങനെ തീർത്ത് പറയാൻ പറ്റത്തില്ല. അതായത് വിവിധ ഘടകങ്ങൾ, ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാൾ വിചാരിച്ചാലോ ഒരു സംഘടന വിചാരിച്ചാലോ ഒരാളെ തോൽപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ തീർത്തും പറയുന്നത് ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വിവിധ സമുദായ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു ജില്ലയാണ് ആലപ്പുഴ, പ്രത്യേകിച്ച് ആലപ്പുഴ മണ്ഡലം. അതിലൊരു സമുദായ വിഭാഗം അങ്ങോട്ട് പോയ കുറച്ചുകൂട്ട് എൻ്റെ ഭാഗമായി കുറച്ചുകൂട്ട് പോയിട്ടുണ്ട്. അത് തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെയും അദ്ദേഹത്തിൻ്റെ സംഘടനയുടെയും അദ്ദേഹത്തിൻ്റെ സംഘടനാ സംവിധാനങ്ങളുടെയും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം വഹിച്ച പശ്ചാത്തലത്തിലും അദ്ദേഹം തന്നെ ഒരു ഘട്ടത്തിൽ തുറന്ന് ചില കാര്യങ്ങൾ പറഞ്ഞതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒക്കെ വോട്ട് ഗണ്യമായി ചോർന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ അതുമാത്രമാണ് എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നാൽ ബാക്കിയെല്ലാം പ്രശ്നങ്ങളും അപ്രസക്തമാകുമോ? ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മണ്ഡലങ്ങളിൽ നമ്മുടെ ആലത്തൂർ മാത്രമല്ലേ നമ്മൾ ജയിച്ചുള്ളൂ. അപ്പോൾ അവിടെ എല്ലാം ഒരാളാണോ ഇതിന്റെ എല്ലാം തോൽവിയുടെ ഘടകങ്ങളായി വരുന്നത്? അങ്ങനെയല്ല, അത് നല്ല നിരീക്ഷണമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ, നമ്മുടെ താങ്കൾ സൂചിപ്പിച്ച വളരെ കൃത്യമാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ മണ്ഡലങ്ങൾ ആകപ്പാട് ഒരു സീറ്റിലേ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി 19 സീറ്റിലും CPM തോറ്റുപോയി. ആ CPMൻ്റെ വിലയിരുത്തൽ ഒരു സുപ്രധാനമായ രാഷ്ട്രീയ പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പം ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല, ഒരു പ്രശ്നം തന്നെയായിരുന്നു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ഒരു പ്രശ്നമായിരുന്നു. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായിട്ടുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ ഒരു പ്രശ്നമായിരുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് വിവിധ ഘടകങ്ങൾ കണ്ടെത്താം. പക്ഷേ പാർട്ടി എന്ന നിലയ്ക്ക് കേരളത്തിലെ CPMൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വസ്തുത കൂടി, ഒരു സാമൂഹിക വസ്തുത കൂടി CPM കണ്ടെത്തിയിട്ടുണ്ട്. അത് അടിസ്ഥാനപരമായിട്ടുള്ള ഈ പറയുന്ന പിന്നാക്ക വിഭാഗങ്ങളുടെ പിന്തുണയിൽ വന്നിട്ടുള്ള ചോർച്ചയാണ്. അതിൻ്റെ ഏറ്റവും നല്ല തിരിച്ചടി കിട്ടിയത് ആരിഫിനാണെന്നേ. ആലപ്പുഴയാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. ആറ്റിങ്ങൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, തൃശ്ശൂർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോഴും ഏറ്റവും വലിയ വോട്ട് വളർച്ച കാണിച്ചത് BJP ഈ പറയുന്ന ആലപ്പുഴ മണ്ഡലത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ഡയറക്റ്റായിട്ട് ചോദിച്ചത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ പിന്നോക്ക സമുദായ വിഭാഗങ്ങളിൽ അവർ ഏതെങ്കിലും സമുദായ നേതൃത്വമോ സമുദായ സംഘടനകളോ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ സ്വാധീനത്താൽ വോട്ട് നഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സമുദായ നേതാവ് പറഞ്ഞിരിക്കുന്നു, നമ്മുടെ സമുദായ പ്രസ്ഥാനം പറഞ്ഞിരിക്കുന്നു, എന്നാൽ ഞങ്ങൾ മാറ്റി ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാറുന്നതല്ല ജനം. അങ്ങനെ അവരുടെ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ നേരത്തെ പറഞ്ഞ ചില ഘടകങ്ങൾ തോൽവിക്ക് കാരണമായിട്ടുണ്ടെന്ന് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ള ഘടകങ്ങളും കൂടി കൂട്ടിച്ചേർത്താണ് ഇത് വരുന്നത്, പ്രതിഫലിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരു നേതൃത്വം അങ്ങോട്ട് എന്തെങ്കിലും ഒരു സമുദായ നേതൃത്വം പറഞ്ഞാൽ ഉടനെ തന്നെ അക്ഷരം പ്രതി അനുസരിച്ച് ജനം വിഭാഗം വോട്ട് ചെയ്യുന്നു. ശരി, ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ബാക്കി എന്നോടൊപ്പം സ്മൃതി പരുത്തിക്കാടും സുജയ പാർവതിയുമുണ്ട്. അവരും താങ്കളുമായി സംസാരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം കൂടി. ഇപ്പോൾ താങ്കൾ പറഞ്ഞു വെള്ളാപ്പള്ളി മാത്രമല്ല വിവിധ ഘടകങ്ങളുണ്ട് എന്ന്. ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഈ പറയുന്ന കണക്ക് സംസ്ഥാന കമ്മിറ്റി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഈ പറയുന്ന ഈഴവ വോട്ടുകൾ വലിയ രീതിയിൽ ചോർന്നു പോയിട്ടുണ്ട് എന്നാണ്. പക്ഷേ താങ്കൾ അംഗമായിട്ടുള്ള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. വെള്ളാപ്പള്ളി അങ്ങനൊരു എന്താ പറയുക ഇടതുപക്ഷ വിരുദ്ധനല്ല എന്ന് പോലും പരസ്യ പ്രസ്താവന നടത്തുന്നുണ്ട് ആലപ്പുഴയിലെ നിങ്ങളുടെ നേതാക്കൾ. അമ്പലപ്പുഴ മണ്ഡലത്തിൽ എച്ച് സലാം വിജയിച്ചിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ ഈഴവ വോട്ടുകളുള്ളതാണ്. PP ചിത്രരഞ്ജൻ ആലപ്പുഴയിൽ ജയിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ഈഴവ വോട്ടുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ തന്നെ പറയുന്നത് വെള്ളാപ്പള്ളി അങ്ങനൊരു കുഴപ്പവും കാണിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ താങ്കൾ അംഗമായിട്ടുള്ള ജില്ലാ നേതൃത്വത്തിന് അങ്ങനൊരു അഭിപ്രായമില്ല, സംസ്ഥാന നേതൃത്വത്തിൻ്റെ അഭിപ്രായമില്ല. അപ്പോൾ എന്താണ് താങ്കൾക്ക് ഈ പറയുന്ന ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായത്തോടുള്ള താങ്കളുടെ ഒരു പ്രതികരണം? ജില്ലാ കമ്മിറ്റി അപ്രകാരം ഒരു വിലയിരുത്തൽ നടത്തിയിട്ടില്ല, അതാദ്യം മനസ്സിലാക്കണം.
ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വോട്ട് ഗണ്യമായി ചോർന്നു പോയിട്ടുണ്ട് ആലപ്പുഴയിൽ എന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയത് ശരിയല്ല, അത് തെറ്റായ ഒരു വിശകലനമാണ് എന്ന് ജില്ലാ കമ്മിറ്റി എങ്ങും വിലയിരുത്തിയിട്ടില്ല. പിന്നെ ഘടകങ്ങളിൽ അഭിപ്രായം പറയുന്നവർ, അത് ഇപ്പോൾ ഞാനുള്ള ജില്ലാ കമ്മിറ്റിയിൽ പറയപ്പെടുന്നവരാരും ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഇനി സെക്രട്ടേറിയറ്റിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാനും പാടില്ല. ഇനി ഇത്തരം അഭിപ്രായങ്ങൾ പറയാനുള്ള വേദിയും സ്വാതന്ത്ര്യവും ഓരോ പാർട്ടി മെമ്പർമാർക്കും ഉണ്ട്. അത് അവരുടെ വീക്ഷണമാണ്, അതൊരു കമ്മിറ്റിയുടെ വിലയിരുത്തലല്ല. ഇവിടെ ആർക്കും അത്തരത്തിൽ അഭിപ്രായം പറയാനും അഭിപ്രായം രേഖപ്പെടുത്താനും കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുകൂടിയാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് അവരുടെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണോ ആരിഫേ? കാരണം ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അത് ഈ എച്ച് സലാമിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത പ്രാവശ്യം അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കേണ്ടതുണ്ട്, ചിത്രഞ്ജനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കേണ്ടതുണ്ട്. താങ്കൾ ശരിയായിട്ട് പറഞ്ഞ കണക്ക് താങ്കൾ സെക്രട്ടേറിയറ്റ് മെമ്പർ അല്ല, ജില്ലാ കമ്മിറ്റിയിലാണ് താങ്കൾ ഉള്ളത്. ആ ഘടകത്തിൽ എന്താണ് ചർച്ച ചെയ്യുന്നത് താങ്കൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഈ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളവും വെള്ളാപ്പള്ളി ഒരു പ്രധാനപ്പെട്ട ആളാണ്, ഈഴവ സമുദായം ഒരു പ്രധാനപ്പെട്ട ആളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ യഥാർത്ഥ പ്രശ്നത്തെ ശരിയായ രീതിയിൽ അഭിസംബോധന ചെയ്തില്ലെങ്കിൽ ഈ വീഴ്ചകൾ പരിഹരിക്കാൻ കഴിയില്ല. അവനവൻ്റെ ചെറിയ ചെറിയ നേട്ടങ്ങളുടെ ഒരു ഭൂമിശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ വിലയിരുത്തരുത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു വിലയിരുത്തൽ സെക്രട്ടേറിയറ്റ് നടത്തിയിട്ട് ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇങ്ങനെ ഇപ്രകാരം ഇവർ വെള്ളാപ്പള്ളിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമോ ഒരുവിധ ദ്രോഹവും ചെയ്തിട്ടില്ല എന്നാണ് സെക്രട്ടേറിയറ്റ് കരുതുന്നത് എന്ന് ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടില്ല.